ഹായ്, കഥയിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം. ഇതിലൂടെ നമുക്ക് പുതിയ വാക്കുകൾ, പുതിയ പ്രയോഗങ്ങൾ, സെന്റൻസ് സ്ട്രക്ചറൊക്കെ മനസ്സിലാക്കാനായിട്ടും സാധിക്കും. ഇന്നത്തെ കഥയുടെ തലക്കെട്ട് ദ ഗാർഡനർ ആൻഡ് ദ തീഫ്. ഗാർഡനർ എന്നാൽ തോട്ടക്കാരൻ, പൂന്തോട്ടക്കാരൻ, ഇതൊക്കെയാണ് അർത്ഥം. തോട്ടക്കാരനും കള്ളനും, തീഫ് എന്നാൽ കള്ളൻ, തോട്ടക്കാരനും കള്ളനും, ഇതാണ് കഥയുടെ തലക്കെട്ട്. ഗാർഡനർ എന്നുള്ള വാക്ക് ബ്രിട്ടീഷ് പ്രൊനൗൺസിയേഷൻ, അമേരിക്കൻ പ്രൊനൗൺസിയേഷൻ, ഇന്ത്യൻ പ്രൊനൗൺസിയേഷൻ ചെറിയതായിട്ട് വ്യത്യാസമുണ്ട്. ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും പുതിയ വാക്കുകളോ പുതിയ പ്രയോഗങ്ങളോ പഠിക്കാനായിട്ട് സാധിക്കും. Once upon a time, there was a man who had a big garden. Once upon a time, പണ്ടൊരിക്കൽ, there was a man, ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. ഹു ഹാഡ്, അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എ ബിഗ് ഗാർഡൻ, ഒരു വലിയ, ഗാർഡൻ എന്നാൽ പൂന്തോട്ടം, ഒരു വലിയ പൂന്തോട്ടം ഉണ്ടായിരുന്നു. ഗാർഡൻ എന്നതിൻ്റെ മറ്റൊരർത്ഥം പച്ചക്കറിത്തോട്ടം, പഴത്തോട്ടം, ഇതൊക്കെയാണ് അർത്ഥം. ഹി ഹാഡ് പ്ലാന്റഡ് മെനി ഫ്രൂട്ട് ട്രീസ് ആൻഡ് കെയർഡ് ഫോർ ദം ടിൽ ദേ ബോർ ഫ്രൂട്ട്സ്. ഹി ഹാഡ് പ്ലാന്റഡ്, പ്ലാന്റ് എന്നാൽ നടുക എന്നുള്ള അർത്ഥമാണ്. പ്ലാന്റഡ്, അദ്ദേഹം നട്ടിട്ടുണ്ടായിരുന്നു. മെനി ഫ്രൂട്ട് ട്രീസ്, മെനി എന്നാൽ ഒരുപാട്, ഫ്രൂട്ട് ട്രീസ് പഴവൃക്ഷങ്ങൾ അദ്ദേഹം നട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് കെയർഡ് എന്താണ്, പരിചരിച്ചു, ഫോർ ദം അവകളെ, ടിൽ ദേ ബോർ ഫ്രൂട്ട്സ് അവകളിൽ, ആ വൃക്ഷങ്ങളിൽ പഴങ്ങൾ കായ്ക്കുന്നതുവരെ അദ്ദേഹം ആ വൃക്ഷങ്ങളെ പരിചരിച്ചു. കെയർ എന്നതിൻ്റെ പാസ്റ്റാണ് കേഡ്. കെയർ എന്നാൽ പരിചരിക്കുക, കേഡ് പരിചരിച്ചു. നൗ ഹി വാണ്ടഡ് ടു ഹാർവെസ്റ്റ് ദ ഫ്രൂട്ട്സ് ആൻഡ് സെൽ ദം ടു മേക്ക് മണി ഫോർ ഹിസ് ഫാമിലി. നൗ ഹി വാണ്ടഡ് ടു ഹാർവെസ്റ്റ്, നൗ ഇപ്പോൾ, ഹി വാണ്ടഡ് അദ്ദേഹത്തിന് വേണം, എന്ത് വേണം, ടു ഹാർവെസ്റ്റ്. ഹാർവെസ്റ്റ് എന്നാൽ വിളവെടുക്കുക എന്നുള്ള അർത്ഥം. ഇപ്പോൾ അദ്ദേഹത്തിന് വിളവെടുക്കണം. ദ ഫ്രൂട്ട്സ് പഴങ്ങൾ. ആൻഡ് സെൽ ദം എന്നിട്ട് അവകൾ എന്താണ്, വിളവെടുത്ത് വിൽക്കണം. സെൽ എന്നാൽ വിൽക്കുക, ദം അവകൾ പഴങ്ങൾ, ടു മേക്ക് മണി പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഫോർ ഹിസ് ഫാമിലി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട്, പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അദ്ദേഹത്തിന് ആ പഴങ്ങൾ വിളവെടുക്കണം. വൺ ഫൈൻ ഡേ വൈൽ പിക്കിംഗ് ദ ഫ്രൂട്ട്സ് വിത്ത് ഹിസ് സൺ. വൺ ഫൈൻ ഡേ ഒരു സുന്ദരമായ ഒരു ദിവസം. വൈൽ പിക്കിംഗ്, പിക്ക് എന്നാൽ പറിക്കുക എന്നാണ് അർത്ഥം. വൈൽ പിക്കിംഗ് പറിക്കുന്നതിനിടെ, ദ ഫ്രൂട്ട്സ് പഴങ്ങൾ, പഴങ്ങൾ പറിക്കുന്നതിനിടെ, വിത്ത് ഹിസ് സൺ അദ്ദേഹത്തിൻ്റെ മകൻ്റെ കൂടെ, ആ തോട്ടക്കാരൻ അദ്ദേഹത്തിൻ്റെ മകൻ്റെ കൂടെ ഒരു ദിവസം പഴം പറിക്കുന്നതിനിടെ, ദ മാൻ സോ എ സ്ട്രേഞ്ചർ സിറ്റിംഗ് ഓൺ ദ ബ്രാഞ്ച് ഓഫ് എ ട്രീ ആൻഡ് പിക്കിംഗ് ഫ്രൂട്ട്സ്. ദ മാൻ തോട്ടക്കാരൻ, സോ കണ്ടു, എ സ്ട്രേഞ്ചർ, സ്ട്രേഞ്ചർ എന്നാൽ അപരിചിതൻ, ഒരു അപരിചിതനെ കണ്ടു. സിറ്റിംഗ് ഓൺ ദ ബ്രാഞ്ച് ഇരിക്കുന്നതായിട്ട്, ബ്രാഞ്ച്, ബ്രാഞ്ച് ഓഫ് എ ട്രീ, ബ്രാഞ്ച് എന്നാൽ ശിഖിരം എന്നൊക്കെയുള്ള അർത്ഥമാണ്. ആ മരത്തിൻ്റെ ശിഖിരത്തിൽ, ഒരു മരത്തിൻ്റെ ശിഖിരത്തിൽ ഒരു അപരിചിതൻ ഇരിക്കുന്നതായിട്ട് തോട്ടക്കാരൻ കണ്ടു. ആൻഡ് പിക്കിംഗ് ഫ്രൂട്ട്സ് അങ്ങനെ ഇരുന്നിട്ട് എന്താണ്, പിക്കിംഗ് ഫ്രൂട്ട്സ് പഴങ്ങൾ പറിക്കുന്നു. ദ മാൻ ബിക്കെയിം ആംഗ്രി ആൻഡ് ഷൗട്ടഡ്. ദ മാൻ തോട്ടക്കാരൻ, ബിക്കെയിം ആംഗ്രി, ബിക്കെയിം ആംഗ്രി എന്നാൽ ദേഷ്യപ്പെട്ടു എന്നുള്ള അർത്ഥമാണ്. ആൻഡ് ഷൗട്ടഡ് അങ്ങനെ അദ്ദേഹം ദേഷ്യപ്പെട്ട്, ഷൗട്ട് എന്നാൽ ആക്രോശിക്കുക, ഉറക്കെ പറയുക, ഇതൊക്കെയാണ് അർത്ഥം. അദ്ദേഹം ഷൗട്ടഡ് ആക്രോശിച്ചു. ഹേ യു, വാട്ട് ആർ യു ഡൂയിങ് ഓൺ മൈ ട്രീ. എൻ്റെ വൃക്ഷത്തിൽ നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഇദ്ദേഹം ഉച്ചത്തിൽ ചോദിച്ചു. ആർൻ്റ് യു അഷെയിംഡ് ഓഫ് സ്റ്റീലിംഗ്. അഷെയിംഡ് എന്നാൽ ലജ്ജയുള്ള എന്നുള്ള അർത്ഥം, നാണം
കേടുള്ള, ഇതൊക്കെയാണ് അർത്ഥം. സ്റ്റീലിംഗ് എന്നാൽ മോഷണം. നിനക്ക് മോഷ്ടിക്കാൻ ലജ്ജയില്ലേ എന്ന് ഈ തോട്ടക്കാരൻ ഈ കള്ളനോട് ചോദിച്ചു. The stranger sitting on the branch looked at the gardener but didn't reply. The stranger sitting on the branch, ആ മരത്തിൻ്റെ ശിഖരത്തിൽ ഇരിക്കുന്ന സ്ട്രേഞ്ചർ, അപരിചിതൻ, ലുക്ഡ് അറ്റ് നോക്കി, അറ്റ് ദ ഗാർഡനർ എന്താണ് തോട്ടക്കാരനെ നോക്കി, ബട്ട് പക്ഷേ ഡിഡിൻറ്റ് റീപ്ലൈ എന്താണ് മറുപടി നൽകിയില്ല. ആൻഡ് കണ്ടിന്യൂഡ് പിക്കിംഗ് ദ ഫ്രൂട്ട്സ്, ആ അപരിചിതൻ പഴം പറിക്കൽ തുടർന്നുകൊണ്ടേയിരുന്നു. ദ ഗാർഡനർ വാസ് വെരി ആംഗ്രി ആൻഡ് ഷൗട്ടഡ് അഗെയിൻ, തോട്ടക്കാരൻ നന്നായിട്ട് ദേഷ്യപ്പെട്ടു. ആൻഡ് ഷൗട്ടഡ് അഗെയിൻ, അദ്ദേഹം വീണ്ടും ഉച്ചത്തിൽ പറഞ്ഞു, ആക്രോശിച്ചു എന്നൊക്കെയാണ് അർത്ഥം. അഗെയിൻ എന്നാൽ വീണ്ടും. ഫോർ എ ഹോൾ ഇയർ I have taken care of these trees. For a whole year, ഒരു വർഷത്തോളം തികച്ചും, I have taken care, ഞാൻ പരിചരിച്ചിട്ടുണ്ട്, ഓഫ് ദീസ് ട്രീസ്, ഈ വൃക്ഷങ്ങളെ ഒരു വർഷത്തോളം മുഴുവനായിട്ടും ഞാൻ പരിചരിച്ചിട്ടുണ്ട്. You have no right to take the fruits without my permission. യു ഹാവ് നോ റൈറ്റ്, നിനക്ക്, റൈറ്റ് എന്നാൽ അവകാശം, യു ഹാവ് നോ റൈറ്റ്, നിനക്ക് അവകാശമില്ല, ടു ടേക്ക് ദ ഫ്രൂട്ട്സ്, ഈ പഴങ്ങൾ നിനക്ക് എടുക്കാൻ അവകാശമില്ല, വിത്തൗട്ട് മൈ പെർമിഷൻ എന്നാൽ അനുമതി എന്നുള്ള അർത്ഥമാണ്. അത് വിത്തൗട്ട് എന്നാൽ ഇല്ലാതെ, വിത്തൗട്ട് മൈ പെർമിഷൻ, എൻ്റെ അനുമതി ഇല്ലാതെ ഈ പഴങ്ങൾ എടുക്കാൻ നിനക്ക് അർഹതയില്ല, നിനക്ക് അവകാശമില്ല എന്ന് ഈ തോട്ടക്കാരൻ ആ അപരിചിതനോട് പറഞ്ഞു. സോ കം ഡൗൺ അറ്റ് വൺസ്, സോ അതുകൊണ്ട്, കം ഡൗൺ താഴെ വരിക, അറ്റ് വൺസ് എന്നാൽ ഉടനെ എന്നുള്ള അർത്ഥമാണ്. പെട്ടെന്ന് എന്നൊക്കെയാണ് അർത്ഥം. പെട്ടെന്ന് താഴേക്ക് വരിക. ദ സ്ട്രേഞ്ചർ ഓൺ ദ ട്രീ ആൻസേർഡ്, വൈ ഷുഡ് ഐ കം ഡൗൺ. ദ സ്ട്രേഞ്ചർ ഓൺ ദ ട്രീ, ആ മരത്തിലുള്ള സ്ട്രേഞ്ചർ, അപരിചിതൻ, ആൻസേർഡ് ഉത്തരം നൽകി. വൈ ഷുഡ് ഐ കം ഡൗൺ, ഞാൻ എന്തിന് താഴേക്ക് വരണം എന്ന് ഇദ്ദേഹം, ആ അപരിചിതൻ തോട്ടക്കാരനോട് ചോദിച്ചു. വൈ ഷുഡ് ഐ കം ഡൗൺ, ഞാൻ എന്തിന് താഴേക്ക് വരണം. ദിസ് ഈസ് ദ ഗാർഡൻ ഓഫ് ഗോഡ് ആൻഡ് ഐ ആം ദ സെർവൻറ്റ് ഓഫ് ഗോഡ്. ദിസ് ഈസ് ദ ഗാർഡൻ ഓഫ് ഗോഡ്, ഈ തോട്ടം, ഈ പഴത്തോട്ടം ദൈവത്തിൻ്റേതാണ്. ഐ ആം ദ സെർവൻറ്റ് ഓഫ് ഗോഡ്, സെർവൻറ്റ് എന്നാൽ ജോലിക്കാരൻ എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഞാൻ ഈ പഴത്തോട്ടം ദൈവത്തിൻ്റേതാണ്, ഞാൻ ദൈവത്തിൻ്റെ ജീവനക്കാരനുമാണ്, ജോലിക്കാരനുമാണ് എന്ന് ഈ അപരിചിതൻ തോട്ടക്കാരനോട് പറഞ്ഞു. സോ ഐ ഹാവ് ദ റൈറ്റ് ടു പിക്ക് ദീസ് ഫ്രൂട്ട്സ്, സോ അതുകൊണ്ട്, ഐ ഹാവ് ദ റൈറ്റ് എനിക്ക് അവകാശമുണ്ട്, ടു പിക്ക് പറിക്കാൻ, ദീസ് ഫ്രൂട്ട്സ് ഈ പഴങ്ങൾ പറിക്കാൻ എനിക്ക് അതുകൊണ്ട് അവകാശമുണ്ട്. യു ഷുഡ് നോട്ട് ഇൻ്റർഫിയർ വിത്ത് ദ വർക്ക് ഓഫ് ഗോഡ് ആൻഡ് ഹിസ് സെർവൻറ്റ്. ഇൻ്റർഫിയർ എന്നാൽ ഇടപെടുക എന്നുള്ള അർത്ഥമാണ്, കൈ കടത്തുക, ഇതൊക്കെയാണ് അർത്ഥം. യു ഷുഡ് നോട്ട് ഇൻ്റർഫിയർ, നിങ്ങൾ ഇടപെടരുത്. യു ഷുഡ് നോട്ട് ഇൻ്റർഫിയർ, നിങ്ങൾ ഇടപെടരുത്. വിത്ത് ദ വർക്ക് ഓഫ് ഗോഡ് ആൻഡ് ഹിസ് സെർവൻറ്റ്, ദൈവത്തിൻ്റെയും അവൻ്റെ ജോലിക്കാരൻ്റെയും കാര്യത്തിൽ അവർ ചെയ്യുന്നതിൽ നിങ്ങൾ ഇടപെടരുത് എന്ന് തോട്ടക്കാരനോട് ഈ അപരിചിതൻ പറഞ്ഞു. ദ ഗാർഡനർ വാസ് വെരി സർപ്രൈസ്ഡ് അറ്റ് ദിസ് ആൻസർ ആൻഡ് തോട്ട് ഓഫ് എ പ്ലാൻ. ദ ഗാർഡനർ എന്താണ് തോട്ടക്കാരൻ, വാസ് വെരി സർപ്രൈസ്ഡ് അദ്ദേഹം നന്നായിട്ട് ആശ്ചര്യപ്പെട്ടു, അറ്റ് ദിസ് ആൻസർ ഈ അപരിചിതൻ പറഞ്ഞ ഉത്തരം കേട്ട്, ആൻഡ് തോട്ട് ഓഫ് എ പ്ലാൻ അദ്ദേഹം ഒരു പദ്ധതിയെ പറ്റിയിട്ട് ചിന്തിച്ചു.
ഹി ടോൾഡ് ദ സ്ട്രേഞ്ചർ ടു കം ഡൗൺ ഫ്രം ദ ട്രീ. ഹി ടോൾഡ് അദ്ദേഹം പറഞ്ഞു, ദ സ്ട്രേഞ്ചർ ആ അപരിചിതനോട് തോട്ടക്കാരൻ പറഞ്ഞു, ടു കം ഡൗൺ താഴേക്ക് വരാൻ, ഫ്രം ദ ട്രീ മരത്തിൽ നിന്നും, ആ മരത്തിൽ നിന്നും താഴേക്ക് വരാൻ ആ തോട്ടക്കാരൻ അപരിചിതനോട് പറഞ്ഞു. ആസ് ദ സ്ട്രേഞ്ചർ ക്ലൈംബ് ഡൗൺ ദ ട്രീ. ആസ് ദ സ്ട്രേഞ്ചർ ആ സമയത്ത്, അപ്പോൾ. ക്ലൈംബ് ഡൗൺ എന്നാൽ ഇറങ്ങുക എന്നുള്ള അർത്ഥമാണ്. ദ ട്രീ വൃക്ഷത്തിൽ നിന്നും ഇറങ്ങുക. മരത്തിൽ കയറുന്നതിന് ക്ലൈംബ് അപ്പ് എന്നാണ് പറയുക. ഇറങ്ങുന്നതിന് ക്ലൈംബ് ഡൗൺ. ആ വൃക്ഷത്തിൽ നിന്നും ഇറങ്ങിയപ്പോൾ ദ ഗാർഡനർ ടൈഡ് ഹിം ടു ദ ട്രീ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹിസ് സൺ ആൻഡ് ബിഗാൻ ബീറ്റിംഗ് ഹിം വിത്ത് എ സ്റ്റിക്ക്. ദ ഗാർഡനർ തോട്ടക്കാരൻ ടൈഡ്. ടൈ എന്നതിൻ്റെ പാസ്റ്റാണ് ടൈഡ്. ടൈ എന്നാൽ കെട്ടുക എന്നാണ് അർത്ഥം. ടൈഡ് കെട്ടി. തോട്ടക്കാരൻ ടൈഡ് കെട്ടി. ഹിം അദ്ദേഹത്തെ, അപരിചിതനെ. ടു ദ ട്രീ ഒരു വൃക്ഷത്തിൽ ആ അപരിചിതനെ തോട്ടക്കാരൻ കെട്ടിയിട്ടു. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹിസ് സൺ അദ്ദേഹത്തിൻ്റെ മകൻ്റെ സഹായത്തോടെ. ആൻഡ് ബിഗാൻ ബീറ്റിംഗ് ഹിം വിത്ത് എ സ്റ്റിക്ക് അങ്ങനെ മകൻ്റെ സഹായത്തോടെ കെട്ടിയിട്ട് ബിഗാൻ എന്നാൽ ആരംഭിച്ചു എന്നാണ് അർത്ഥം. ബിഗാൻ ആരംഭിച്ചു. ബീറ്റിംഗ് അടിക്കാൻ ആരംഭിച്ചു. ഹിം അദ്ദേഹത്തെ, ആ അപരിചിതനെ. വിത്ത് എ സ്റ്റിക്ക് എന്നാൽ ദണ്ട്, വടി എന്നൊക്കെയാണ് അർത്ഥം. ഒരു ദണ്ട് കൊണ്ട് അദ്ദേഹത്തെ അടിക്കാൻ ആരംഭിച്ചു. ദ സ്ട്രേഞ്ചർ ബിഗാൻ ടു സ്ക്രീം. വൈ ആർ യു ബീറ്റിംഗ് മീ. ദ സ്ട്രേഞ്ചർ ആ അപരിചിതൻ ബിഗാൻ ആരംഭിച്ചു. ടു സ്ക്രീം എന്നാൽ അലറുക, കരയുക, ഇതൊക്കെയാണ് അർത്ഥം. അദ്ദേഹം കരയാൻ ആരംഭിച്ചു. വൈ ആർ യു ബീറ്റിംഗ് മീ നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ അടിക്കുന്നത്, എന്നെ എന്തിനാണ് അടിക്കുന്നത് എന്ന് ചോദിച്ച് അദ്ദേഹം അലറി. യു ഹാവ് നോ റൈറ്റ് ടു ഡു ദിസ്. യു ഹാവ് നോ നിങ്ങൾക്ക് ഇല്ല, റൈറ്റ് എന്ന അവകാശം. ടു ഡു ദിസ് ഇത് ചെയ്യാൻ നിങ്ങൾക്ക് അവകാശം ഇല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം കരഞ്ഞു. ദ ഗാർഡനർ പെയ്ഡ് നോ അറ്റൻഷൻ ആൻഡ് കണ്ടിന്യൂഡ് ബീറ്റിംഗ് ഹിം. ദ ഗാർഡനർ തോട്ടക്കാരൻ പെയ്ഡ് നോ അറ്റൻഷൻ. പേ അറ്റൻഷൻ എന്നതിൻ്റെ രണ്ടാമത്തെ രൂപമാണ് പെയ്ഡ് അറ്റൻഷൻ. പേ അറ്റൻഷൻ എന്നാൽ കേൾക്കുക, ശ്രദ്ധിക്കുക, അനുസരിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. പെയ്ഡ് നോ അറ്റൻഷൻ അതായത് ശ്രദ്ധിച്ചില്ല, കേട്ടില്ല, അനുസരിച്ചില്ല എന്നാണ് അർത്ഥം. ആൻഡ് കണ്ടിന്യൂഡ് അങ്ങനെ കണ്ടിന്യൂഡ് തുടർന്നുകൊണ്ടേയിരുന്നു. ബീറ്റിംഗ് ഹിം അദ്ദേഹത്തെ അടിക്കുന്നത് അദ്ദേഹം തുടർന്നുകൊണ്ടേയിരുന്നു. ദ സ്ട്രേഞ്ചർ സ്ക്രീംഡ് ഡോണ്ട് യു ഫിയർ ഗോഡ്. ദ സ്ട്രേഞ്ചർ അപരിചിതൻ സ്ക്രീംഡ് കരഞ്ഞു. ഡോണ്ട് യു ഫിയർ ഗോഡ് കരഞ്ഞുകൊണ്ട് ചോദിച്ചു. ഡോണ്ട് യു ഫിയർ ഗോഡ് നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ. ഫിയർ എന്നാൽ ഭയപ്പെടുക. ഡോണ്ട് യു ഫിയർ ഗോഡ് നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ. ഇത് ചോദിച്ച് അദ്ദേഹം അലറിക്കരഞ്ഞു. യു ആർ ബീറ്റിംഗ് എൻ ഇന്നസെൻറ്റ് മാൻ. യു ആർ ബീറ്റിംഗ് നിങ്ങൾ അടിക്കുന്നു. എൻ ഇന്നസെൻറ്റ് എന്നാൽ നിരുപദ്രവിയായ, നിരപരാധിയായ, ഇതൊക്കെയാണ് അർത്ഥം. നിരപരാധിയായിട്ടുള്ള ഒരാളെ നിങ്ങൾ അടിക്കുന്നു. ദ ഗാർഡനർ ആൻസ്വേർഡ് വൈ ഷുഡ് ഐ ഫിയർ. ദ ഗാർഡനർ തോട്ടക്കാരൻ ആൻസ്വേർഡ് ഉത്തരം പറഞ്ഞു. വൈ ഷുഡ് ഐ ഫിയർ ഞാൻ എന്തിന് ഭയപ്പെടണം. വൈ ഷുഡ് ഐ ഫിയർ എന്നാൽ ഞാൻ എന്തിന് ഭയപ്പെടണം, എന്തുകൊണ്ട് ഭയപ്പെടണം എന്നൊക്കെയാണ് അർത്ഥം. ദിസ് വുഡ് ഇൻ മൈ ഹാൻഡ് ബിലോങ്സ് ടു ഗോഡ് ആൻഡ് ഐ ആം ദ സെർവൻറ്റ് ഓഫ് ഗോഡ്. ദിസ് വുഡ് ഇൻ മൈ ഹാൻഡ് എൻ്റെ കയ്യിൽ ഉള്ള ഈ തടി, അതായത് അദ്ദേഹം അടിക്കുന്ന അതുണ്ട്. ബിലോങ് എന്നാൽ ആയിരിക്കുക, ഉടമസ്ഥനായിരിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. അതിൻ്റെ ഉടമസ്ഥനായിരിക്കുന്നത് ബിലോങ്സ് ടു ഗോഡ്, അതിൻ്റെ ഉടമസ്ഥൻ ദൈവമാണ്.
ആൻഡ് ഐ ആം ദ സെർവൻറ്റ് ഓഫ് ഗോഡ്. ഞാൻ അവൻ്റെ ദൈവത്തിൻ്റെ ജീവനക്കാരനുമാണ്, ജോലിക്കാരനുമാണ്. ഞാൻ എന്തുകൊണ്ട് ഭയപ്പെടണം എന്ന് ഈ തോട്ടക്കാരൻ ചോദിച്ചു. യു ഷുഡൻറ്റ് ഇൻ്റർഫിയർ വിത്ത് ദ വർക്ക് ഓഫ് ഗോഡ് ആൻഡ് ഹിസ് സെർവൻറ്റ്. യു ഷുഡൻറ്റ് ഇൻ്റർഫിയർ, നീ ഇടപെടരുത്. വിത്ത് ദ വർക്ക് ഓഫ് ഗോഡ് ആൻഡ് ഹിസ് സെർവൻറ്റ്, ദൈവത്തിൻ്റെയും അവൻ്റെ ജോലിക്കാരൻ്റെയും കാര്യത്തിൽ നീ ഇടപെടരുത് എന്ന് ഈ തോട്ടക്കാരൻ പറഞ്ഞു. ദ സ്ട്രേഞ്ചർ ഹെസിറ്റേറ്റഡ് ആൻഡ് ദെൻ സ്പോക്ക്. ദ സ്ട്രേഞ്ചർ, അപരിചിതൻ, ഹെസിറ്റേറ്റ് എന്നാൽ ശങ്കിക്കുക, അറച്ചു നിൽക്കുക, ഇതൊക്കെയാണ് അർത്ഥം. അദ്ദേഹം ശങ്കിച്ചു. ആൻഡ് ദെൻ സ്പോക്ക്, ശേഷം അദ്ദേഹം സ്പോക്ക്, പറഞ്ഞു അല്ലെങ്കിൽ സംസാരിച്ചു, ഇതൊക്കെയാണ് അർത്ഥം. വെയിറ്റ്, ഡോണ്ട് ബീറ്റ് മീ, ഐ ആം സോറി ഫോർ ടേക്കിംഗ് ദ ഫ്രൂട്ട്സ്. വെയിറ്റ്, നിൽക്കൂ. ഡോണ്ട് ബീറ്റ് മീ, എന്നെ അടിക്കരുത്. ഡോണ്ട് ബീറ്റ് മീ, എന്നെ അടിക്കരുത്. ഐ ആം സോറി, എനിക്ക് മാപ്പ് അല്ലെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഫോർ ടേക്കിംഗ് ദ ഫ്രൂട്ട്സ്, പഴം എടുത്തതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ദിസ് ഈസ് യുവർ ഗാർഡൻ ആൻഡ് ഐ ഷുഡ് സീക്ക് യുവർ പെർമിഷൻ ബിഫോർ ടേക്കിംഗ് ദ ഫ്രൂട്ട്സ്. ദിസ് ഈസ് യുവർ ഗാർഡൻ, ഇത് നിങ്ങളുടെ പഴത്തോട്ടമാണ്. ആൻഡ് ഐ ഷുഡ് സീക്ക് യുവർ പെർമിഷൻ, ഐ ഷുഡ് സീക്ക്, ഞാൻ തേടണം. സീക്ക് എന്നാൽ തേടുക എന്നുള്ള അർത്ഥമാണ്. ഐ ഷുഡ് സീക്ക്, ഞാൻ തേടണം. യുവർ പെർമിഷൻ, പെർമിഷൻ എന്നാൽ അനുമതി, നിങ്ങളുടെ അനുമതി ഞാൻ തേടണം. ബിഫോർ ടേക്കിംഗ് ദ ഫ്രൂട്ട്സ്, ഈ പഴങ്ങൾ എടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങളുടെ അനുമതി തേടണം. സോ പ്ലീസ് ഫോർഗിവ് മീ ആൻഡ് സെറ്റ് മീ ഫ്രീ. സോ അതുകൊണ്ട്, പ്ലീസ് ഫോർഗിവ് മീ, എനിക്ക് ദയവായി മാപ്പ് നൽകൂ. ഫോർഗിവ് എന്നാൽ മാപ്പ് നൽകുക. ഫോർഗിവ് മീ, എനിക്ക് മാപ്പ് നൽകൂ. ആൻഡ് സെറ്റ് മീ ഫ്രീ, എന്നെ മോചിപ്പിക്കൂ. സെറ്റ് ഫ്രീ എന്നാൽ മോചിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. സെറ്റ് മീ ഫ്രീ, എന്നെ മോചിപ്പിക്കൂ, എനിക്ക് മാപ്പ് നൽകി എന്നെ മോചിപ്പിക്കൂ എന്ന് ഈ അപരിചിതൻ തോട്ടക്കാരനോട് പറഞ്ഞു. ഞാൻ പഴം പറിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് അനുമതി ചോദിക്കണമെന്ന് ഇദ്ദേഹം പറഞ്ഞു. ദ ഗാർഡനർ സ്മൈൽഡ് ആൻഡ് സെഡ്, ഡോണ്ട് യൂസ് ഗോഡ്സ് നെയിം ടു ജസ്റ്റിഫൈ യുവർ ബാഡ് ആക്ഷൻസ്. ദ ഗാർഡനർ, തോട്ടക്കാരൻ സ്മൈൽഡ്, പുഞ്ചിരിച്ചു. ആൻഡ് സെഡ്, പുഞ്ചിരിച്ച് പറഞ്ഞു. ഡോണ്ട് യൂസ്, ഉപയോഗിക്കരുത്. ഡോണ്ട് യൂസ്, ഉപയോഗിക്കരുത്. ഗോഡ്സ് നെയിം, ദൈവത്തിൻ്റെ നാമം. ടു ജസ്റ്റിഫൈ എന്നാൽ നീതീകരിക്കുക, ന്യായീകരിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. യുവർ ബാഡ് ആക്ഷൻസ്, നിൻ്റെ മോശം പ്രവൃത്തികൾ. ദൈവത്തിൻ്റെ നാമം ഉപയോഗിക്കരുത്, നിൻ്റെ മോശം പ്രവൃത്തികൾ ന്യായീകരിക്കാൻ എന്ന് ഈ തോട്ടക്കാരൻ ആ അപരിചിതനോട് പറഞ്ഞു. Then the gardener untied him and let him go free. Then, ശേഷം, the gardener, തോട്ടക്കാരൻ, untied. untie എന്നതിൻ്റെ രണ്ടാമത്തെ രൂപമാണ് untied. untie എന്നാൽ അഴിക്കുക എന്നുള്ള അർത്ഥമാണ്. untie, അഴിക്കുക. untied, അഴിച്ചു. him, അദ്ദേഹത്തെ അഴിച്ചു. and let him go free, എന്നിട്ട് അദ്ദേഹത്തെ പോകാനായിട്ട് അനുവദിച്ചു.